ആദ്യമായിട്ടാണ് ജി വി രാജയ്ക്ക് അകത്തേക്ക് കടന്നു വരുന്നത്. നമ്മളൊക്കെ കുറേയേറെ കാലമായി കേൾക്കുന്ന ഒരു പേരാണ്. മറ്റെല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളോട് പഠിച്ച് വളരണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പഠിക്കുന്ന ഇവിടെ വരുന്ന വിദ്യാർത്ഥികളോടാണ് നന്നായി കളിച്ചു വളരണം എന്ന് പറയുന്ന ഒരു സ്കൂളുകളാണ്. റയോണ്ട 2026 എന്ന പേരിൽ ഇന്ന് ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഒരു കിക്ക് ഓഫ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കായിക വകുപ്പിൻ്റെ ഒരു പ്രചരണത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അപ്പോൾ ഇവിടെ നടപ്പാക്കണമെന്ന് ആലോചിച്ചപ്പോൾ റിജിലും അതുപോലെ തന്നെ പ്രദീപും എല്ലാവരും പറഞ്ഞു നമുക്ക് ജി വി രാജ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് സംസാരിച്ചാൽ നടക്കൂ. പിന്നെയാണ് ആലോചിച്ചത് നിങ്ങളെല്ലാ ദിവസവും പരിശീലനം കിട്ടുകയും ഏത് നിമിഷവും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ നിര വിദ്യാർത്ഥികളോടുള്ളപ്പോൾ നമുക്ക് ആശങ്കയില്ലാതെ ഇറങ്ങാം. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചെയർമാൻ ഡോക്ടർ MC റിജിൽ IAS ഒരു സജഷൻ പറഞ്ഞു. നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 ഫുട്ബോൾ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കളിയായി ജി വി രാജയിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ അത് വളരെ മനോഹരമായിരിക്കും എന്നൊരു സജഷൻ പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും നാളെയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് പോർച്ചുഗലും അർജന്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒരു വമ്പൻ ടീമുകളാണ്. നാളെ ഫ്രാൻസും ബ്രസീലുമാണ്. അപ്പോൾ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഫൈനലിലേക്ക് കടന്നു വരാൻ പോകുന്ന ടീമുകൾ അതാരൊക്കെയാണെന്ന് ഒരു ആകാംക്ഷ എനിക്കുമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ഈ കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നിങ്ങളൊക്കെ പോർച്ചുഗലിൻ്റെയും അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പിന്നെ ഫ്രാൻസിൻ്റെയും ഒക്കെ ആരാധകരായി നിങ്ങളിങ്ങനെ കളം തിരിയാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മൈതാനത്തിലെ പന്തുകളിയുടെ പിന്നെ കാൽപന്തുകളിയുടെ ഒരാവേശം ഇതുപോലെ വേഗതയുടെ ഒരു താളമുള്ള ഒരു പിന്നെ കളി ഒരു പക്ഷേ വേറെ ഇല്ല എന്ന് തന്നെ പറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവേശം പകരുന്ന ഒരുപാട് നിമിഷങ്ങൾ ഓരോ വേൾഡ് കപ്പിലും നമുക്കുണ്ടാകും. ഇന്ന് 1-2 മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ചു പിന്നെ മെസ്സി ഉൾപ്പെടെയുള്ള കളിക്കാരൊക്കെ വിരമിക്കാൻ വേണ്ടി പോകുന്ന ഒരു വേൾഡ് കപ്പ് കൂടിയായി ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെയൊക്കെ ചിന്ത എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ വിരമിച്ചാൽ തന്നെയും അങ്ങനെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് വിരമിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരുപാട് മനോഹര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് സമ്മാനിച്ച കളിക്കാരാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അവരെ പോലെയൊക്കെയുള്ള പ്രതിഭകൾ ഇന്ത്യക്കകത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു സംസ്ഥാനങ്ങളിലൊന്ന് ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഒരു നല്ല ചെറുപ്പക്കാരുടെ നിര ഉയർന്നു വന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചാൽ അതിൽ പകുതിയിലധികം കളിക്കാരും കേരളത്തിൽ നിന്നായിരിക്കണമെന്നുള്ളതാണ് കായിക വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഭാവിയിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും ഇത് വലിയ ചോദ്യമാണ്. ഭാവിയിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും, അടുത്ത വർഷം കളിക്കുമോ, അടുത്തതിൻ്റെ പിന്നത്തെ വർഷം കളിക്കുമോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മളിപ്പോൾ കായിക വകുപ്പ് തുടങ്ങി വെക്കുന്ന പല പദ്ധതികളും ലക്ഷ്യം വെക്കുന്നത് ഒരു 10 വർഷക്കാലത്തിനപ്പുറത്ത് രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളാകുന്ന മിന്നും താരങ്ങളാകുന്ന കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതൊരു പക്ഷേ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങളിൽപ്പെടുന്ന ആളുകളായിരിക്കും. അതിനു വേണ്ടുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നിർമ്മിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ചെന്ന്
പിന്നെ സംസാരിക്കുമ്പോൾ ഏത് സ്കൂളിൽ ചെന്നാലും ഞാനൊക്കെ പറയാറുള്ളതും കേൾക്കുമ്പോൾ അത്ര ഇഷ്ടമല്ലെങ്കിൽ കൂടി ഞാനൊക്കെ പറയാറുള്ളത് നന്നായി പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ വന്ന് എല്ലാവരോടും പറയുന്നത് നന്നായി കളിക്കണം, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം, നിങ്ങൾ വലിയ അവസരങ്ങൾ കിട്ടിയ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരുപാട് നാളുകളിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി വലിയ മെഡൽ വേട്ടകൾ നടത്താൻ വേണ്ടി പോകുന്ന, സ്വർണ്ണവേട്ട നടത്താൻ വേണ്ടി പോകുന്ന പ്രതിഭകൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ്. നിങ്ങളുടെയൊക്കെ പ്രതിഭയാണ് നാളെ കേരളത്തിന് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന, അഭിമാനകരമായ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെല്ലാവരുടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളും പ്രതിഭകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ് GV രാജ സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഈ സ്കൂളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ ഒരുപാട് ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾക്കും, ഞാനിപ്പോൾ കായിക വകുപ്പിൻ്റെ ചുമതല മന്ത്രി ആയതുകൊണ്ട് എന്നോട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്, ഇഷ്ടപ്പെട്ട കളിക്കാരൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ എനിക്കുമുണ്ട് ഇഷ്ടപ്പെട്ട ടീമും കളിക്കാരനൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഞാനത് പറയാണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര നിഷ്പക്ഷനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ശ്രമത്തിലാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ആവേശം കൂടുമ്പോൾ ഒരു പക്ഷെ നമ്മളൊക്കെ അത് വെളിപ്പെടുത്തും. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടീമിനൊക്കെ വെളിപ്പെടുത്തിയ ആൾക്കാരല്ലേ? അല്ലേ? അർജന്റീനക്കാരൊന്നും ഇല്ലേ ഇതിനകത്ത്? അർജന്റീനക്കാരില്ലേ? ബ്രസീലുകാരില്ലേ? ഫ്രാൻസ് ഇല്ലേ? ഇല്ലേ? പോർച്ചുഗൽ ഇല്ലാന്ന് പറഞ്ഞാലും കൈവയ്ക്കും. പോർച്ചുഗൽ ഇല്ലേ? ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പൊ ഏത് ഫാൻസാ കൂടുതൽ? പോർച്ചുഗലാണോ കൂടുതൽ? ഇനി അർജന്റീനക്കാരൊക്കെ ഉള്ളത്? ആയിക്കോട്ടെ. ബ്രസീലുകാരൊക്കെയാണ്? ഫ്രാൻസുകാരൊക്കെയാണ്? അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? കുറെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു, കുറെ പേര് മെസ്സിനിടയിൽ പറഞ്ഞു, പിന്നെ വേറെയും കുറച്ച് പേരിലൊക്കെ പറഞ്ഞു. നെയ്മറിന്റെ ആളവിടെ. അപ്പൊ നിങ്ങളുടെ ഈ ആവേശമാണ് കേരളം മുഴുവൻ അടുത്ത 1 മാസക്കാലം, കേരളം മാത്രമല്ല ലോകം മുഴുവൻ അടുത്ത 1 മാസക്കാലം ആഞ്ഞടിക്കാൻ പോകുന്നത്. ഇപ്പൊ ഫുട്ബോളിന്റെ ഈ ആവേശം നമ്മളൊക്കെ നെഞ്ചേറ്റി ഇറങ്ങുകയാണ്. ഗ്രൗണ്ടുകളെ ആവേശകരമാക്കാൻ വേണ്ടി പോവുകയാണ്. കായിക വകുപ്പ് അതിന്റെ ഭാഗമായി കുറേയേറെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫാൻ പാർക്കുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫുട്ബോൾ വിതരണങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൗഹൃദ മത്സരങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്ന ടൂർണമെന്റുകളുടെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നത് JV രാജയിൽ നിന്നാണ്. ആവേശം ഈ മത്സരം മുന്നോട്ട് പോകുന്നതിന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ കപ്പ് ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ടീം എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.